ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വയംഭൂവായതൊന്നുമല്ല. ഒരു കാലയളവിൽ അവിടെ പരികർമ്മിയായിരുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ സ്വർണം പൊതിയലടക്കം നടന്നത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ബോധ്യവും വിവരവും ഉണ്ടായതിനു ശേഷം ആസൂത്രിതമായ സംഘടിതമായ ഒരു തട്ടിപ്പ് നടത്തിയതിന്റെ ചരിത്രമാണ് ഇന്നിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അമ്പരപ്പിക്കുന്ന വിവരങ്ങളുമാണ്. എങ്ങനെയാണ് ഒരു സംവിധാനത്തെ ആകെ സ്വേച്ഛപ്രകാരം സ്വന്തം വഴിക്ക് വരാൻ വേണ്ടി സ്വാധീനിച്ചത്, ആ വഴി നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ അധികൃതരുടെ അടക്കം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കപ്പെടുമ്പോൾ ശബരിമലയിൽ ഇക്കാലയളവിൽ നടത്തിയ തട്ടിപ്പ് പോറ്റിയിൽ തീരുമോ, പോറ്റിയിൽ ഒതുങ്ങുമോ എന്നുള്ളതാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP-യിൽ നിന്ന്, ശ്രീ D അശോകൻ മുൻ DYSP എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ച ചെയ്യണം. ശ്രീ D അശോകൻ, ഇപ്പോൾ ഹൈക്കോടതി സ്വന്തം തീരുമാനപ്രകാരവും അഭിപ്രായപ്രകാരവും രൂപപ്പെടുത്തിയ ഒരു SIT എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ളത് വ്യക്തവുമായിരുന്നു. അതിനെ അങ്ങനെ തന്നെ സാധൂകരിക്കുന്ന പ്രകാരം ആത്മാർത്ഥമായി മാധ്യമപ്രവർത്തക എന്ന നിലയിലാണെങ്കിൽ പോലും അഭിനന്ദിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ഇത്രയധികം മാധ്യമങ്ങൾ കണ്ണു തുറന്നിരിക്കുന്ന ഒരു സമയത്ത് എവിടെയാണ് ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് എന്നതുപോലും കുറേ സമയം ആർക്കും അറിയുകയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് പോലും അവരുടെ ആ കൃത്യനിഷ്ഠയെ ജാഗ്രതയൊക്കെ അഭിനന്ദിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അന്വേഷണം ഏറ്റവും ശരിയായ ദിക്കിലെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എത്രത്തോളം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. മാധു പറഞ്ഞതാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിൽ യാതൊരു വിധത്തിലുള്ള പാളിച്ചകളും ഒരിക്കലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതിപ്പം വേറെ ഏജൻസി അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞ് പലരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ഡയറക്റ്റ്, അതായത് ഈ അന്വേഷണ ടീമിനുള്ള എല്ലാ ഉദ്യോഗസ്ഥരും, പ്രത്യേകിച്ച് വെങ്കടേഷ് സാറും ഈ ശശിധരൻ്റെ ബാച്ചാണ്. പിന്നെ അതിന് മുമ്പുള്ള വിജിലൻസിൻ്റെ ഓഫീസർ സുനിലും എൻ്റെ ബാച്ചായിരുന്നു. ഇപ്പം ബാച്ചാണ്, എൻ്റെ ബാച്ചാണ്. അപ്പോൾ ഇവരുടെ ഇൻറ്റഗ്രിറ്റിയെ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പ്രപ്പോസ് ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ ഇതനുസരിച്ചാണ് ഈ ഓർഡർ വരുന്നതും. അപ്പോൾ അതിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള നേരിട്ടുള്ള സൂപ്പർവൈസൺ ഉള്ള സ്ഥിതിക്ക് അവരെ ഈ മാധു പറഞ്ഞ കണക്ക് സംശയിക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യമായും പ്രത്യേകിച്ചും ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന വെങ്കടേഷ് സാർ എന്ന് പറഞ്ഞാൽ വളരെ കണിശക്കാരനാണ്. ആര് പറഞ്ഞാലും വെളിയിൽ നിന്നുള്ള ആൾക്കാർ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ അദ്ദേഹം കേൾക്കാത്തൊരു മനുഷ്യനാണ്. അതുപോലെ ശശിധരനും. അതുകൊണ്ട് ആ പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ യാതൊരു വിധത്തിലുള്ള പാളിച്ചകളും ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. ദീർഘമായ ഒരു കസ്റ്റഡി കാലയളവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിപുലമായ അന്വേഷണത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത് എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. കാര്യം ഇത് ഹൈദരാബാദ് കൊണ്ടുപോകണം, ചെന്നൈ കൊണ്ടുപോകണം, ബാംഗ്ലൂർ കൊണ്ടുപോകണം, പിന്നെ സന്നിധാനത്തും കൊണ്ടുപോകണം. ഇത്രയും 4 സ്ഥലത്ത് കൊണ്ടുപോയി ഇതിൻ്റെ അന്വേഷണവും അതിൻ്റെ റിക്കവറി അതിൻ്റേതായ മകസറും എല്ലാം തയ്യാറാക്കുന്നത് 2-3 ദിവസം കൊണ്ട് കിടക്കില്ല. അത് റാന്നി കോടതിയിലെ ജഡ്ജിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. 2 കൂടുതൽ ഈ പിന്നെ 14 ദിവസത്തേക്ക് പ്രത്യേകിച്ചും ഹൈക്കോടതി ഡയറക്റ്റ് ഒരു മോണിറ്റർ ചെയ്യുന്ന ഒരു കേസും കൂടെയാണ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂട്ടറും ആവശ്യപ്പെട്ട അത്രയും സമയം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ അന്വേഷണത്തെ ബാധിക്കും. 4-5 സാറിന് നല്ലൊരു കൊലപാതക കേസിൽ പോയി 4-5 ദിവസമൊക്കെയാണ് സാറിന് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയാണ് ആ ജഡ്ജ് 14 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടതും. അത് ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി വരുന്നതെങ്കിൽ അത്രയും സമയവും വേണം. അത് മനസ്സിലാക്കി തന്നെയാണ് അത് കോടതി നല്ല രീതിയിലുള്ളൊരു പ്രപ്പോസലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ. വളരെ കൗതുകകരമായി തോന്നിയ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് പോലീസിന്റെ കൈവശത്തേക്ക് കിട്ടിയപ്പോൾ, നേരത്തെ വിജിലൻസ് അന്വേഷണം നടക്കുന്ന സമയത്ത്, ദേവസ്വം വിജിലൻസ് അന്വേഷണം നടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശരീരഭാഷ എന്ന് പറയുന്നത് ഇതിനോട് ഉപമിക്കാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല. എന്നെ വിളിച്ചു, ചില കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന നിലയ്ക്കുള്ള വളരെ ആധികാരികമായ അപ്രമാദിത്വമുള്ള ഒരു ശരീരഭാഷയായിരുന്നു. ഇന്ന് പക്ഷെ പോലീസ് അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു പ്രതി എങ്ങനെയാണ് നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് നിൽക്കുന്നത് എന്നത് വളരെ പ്രകടവുമായിരുന്നു. ഇപ്പോൾ തുടക്കം മുതലുണ്ടായിരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാൻ വൈകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അതും നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് സമയം കിട്ടിയാൽ എങ്ങോട്ട് പോയിട്ടുണ്ടാകും, എന്തൊക്കെ സെറ്റിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാകും എന്നതടക്കമുള്ള നിരീക്ഷണത്തിൽ ആയിരുന്നു അന്വേഷണ സംഘം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാൽ പോലും ആ സമയം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടാകുമോ? ഒരിക്കലും ഇല്ല. കരച്ചിലിൻ്റെ 2 കേസാണ് ഇപ്പോഴും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ദ്വാരപാലക വാളികൾ സ്വർണം പാളി കവർച്ച കേസ്, 2 ശ്രീകോവിലിൻ്റെ കട്ടള
പാളിച്ച ഈ 2 കേസായിട്ടാണ് പ്രത്യേകം എടുത്തിട്ടുള്ളത്. ഈ മാധു പറഞ്ഞ പോലെ ഈ വിജിലൻസ് എന്നൊരു പരിധിയുണ്ട്. വിജിലൻസിന് ഒരു ക്രിമിനൽ കേസ് അന്വേഷിക്കും പോലെ വിജിലൻസ് കേസിനെ അന്വേഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായ ക്രിമിനലിനെ അന്വേഷിക്കുന്നത് ഈ ക്രൈംബ്രാഞ്ച് സംഘമാണല്ലോ. ഈ 2 കേസുകളിലാണ്. അതിനു മുമ്പ് വിജിലൻസിൻ്റെ നടപടി എന്ന് പറയുന്നത് അവനെ ചോദ്യം ചെയ്യുക, അതിന് ഇതുണ്ടാകുക. പക്ഷെ അത് വിജിലൻസിൻ്റെ SP സുനിൽകുമാർ തന്നെ ഇതിനകത്ത് കുറേ സൂചനകൾ കൊടുത്തിട്ട് ഇന്ന ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വ്യക്തമായ രീതിയിൽ സൂചന കൊടുത്തിട്ടുണ്ട്. ശരി, ആ സൂചനകൾ അങ്ങനെ തന്നെ നമുക്ക് റിമാൻഡ് റിപ്പോർട്ടിലും കാണുകയും ചെയ്യാം. ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളത് കൃത്യമായ ഒരു ദിശ നൽകിയിട്ടുണ്ട് ആ അന്വേഷണം എന്നുള്ളത് വ്യക്തവുമാണ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വയംഭൂവാകാനൊന്നും കഴിയില്ല. ഇന്നിപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന അടക്കമുള്ള സംഘടിതമായ ഗൂഢാലോചന, മോഷണം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കുറ്റകരമായ സംഘം ചേരൽ അടക്കം നടന്നിട്ടുണ്ട്. അതിനുള്ള എല്ലാ ഒത്താശയും നിയമത്തിനെ കണ്ണു കെട്ടിക്കൊണ്ട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്, അദ്ദേഹം റിമാൻഡിലാവുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ കേസ് അത് നീതിയുക്തമായി അവസാനിക്കണമെന്ന് വിചാരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആശ്വാസം നൽകുന്ന ഒന്നാണ്. അത് അവിടെ അവസാനിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. യാതൊരു സംശയവും വേണ്ട, ഏറ്റവും നീതിയുക്തമായി തന്നെ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകും. ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ, അതുപോലെ തന്നെ മന്ത്രിയടക്കം, ബന്ധപ്പെട്ട മന്ത്രിയടക്കം, ദേവസ്വം ബോർഡ് ചെയർമാൻ അടക്കം പലതവണ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. ശബരിമലയുടെ ഒരു ചെറിയ പോയിന്റ് സ്വർണ്ണമോ അല്ലെങ്കിൽ ഏത് ചെറിയ 5 പൈസ നാണയം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ ഏറ്റവും പുണ്യമായി കാണുന്ന ഈ ദേവാലയത്തിൽ, കൃത്യമായി ഈ ആരാധനാലയത്തിൽ ഇത്തരത്തിൽ ഉള്ള ഒരു തെറ്റ്, അതിക്രമം, കള്ളത്തരം ചെയ്തത് ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇത് ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ ചർച്ചകളിലെല്ലാം സൂചിപ്പിച്ചു. നമ്മൾ വളരെ വിശ്വാസത്തോടെ ദേവസ്വം ബോർഡ് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടുള്ള ചുമതലയുണ്ട്. ഓരോ വകുപ്പും കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ അതിൻ്റെ സെക്ഷനും കൈകാര്യം ചെയ്യാൻ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ് ചുമതല. ആ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആര് വീഴ്ച വരുത്തിയാലും അത് അന്വേഷിക്കും, കണ്ടെത്തും എന്ന് തന്നെയാണ് പല ഘട്ടത്തിലും പറഞ്ഞത്. 4 കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് താങ്കളുടെ ചർച്ചയിലടക്കം ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു ഉത്തരവ് ഇറങ്ങുമ്പോൾ, അതുപോലെ തന്നെ ഒരു മഹസർ തയ്യാറാക്കുമ്പോൾ 1999 സ്വർണം പൂശിയ പാളി എങ്ങനെ ചെമ്പ് പാളി എന്ന് പ്രത്യേകം നോട്ട് ചെയ്തു. 2, ഇവിടെ ഒരു കൃത്യമായി മാനുവൽ 1950 മുതൽ ഉള്ളപ്പോൾ ആ മാനുവലിന് വിരുദ്ധമായി ഒരു വ്യക്തിയുടെ കയ്യിൽ ഇതെങ്ങനെ പുറത്തേക്ക് ഈ പാളി കൊടുത്തു വിട്ടു. 3, 39 ദിവസം എങ്ങനെ ഇത് കൈവശം വയ്ക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചു. 4, ഇത് തിരിച്ച് സ്വർണം പൂശിയതിന് ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരുമ്പോൾ തയ്യാറാക്കിയ റീപ്ലേസ് ചെയ്യുമ്പോഴുള്ള മഹസറിൽ കൃത്യമായി തൂക്കം രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ട്? ഈ 4 കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വ്യക്തത വരേണ്ടതുണ്ട്, ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാരണം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമല്ലോ. ഇത്തരത്തിൽ ഒരു രേഖ തയ്യാറാകുമ്പോൾ, ഒരു ഉത്തരവ് തയ്യാറാകുമ്പോൾ ആ ഉത്തരവിൽ ചെമ്പുപാളി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയോ ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡെങ്കിലും ഉണ്ടാകണം, ഒരു ആലോചനയെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ചർച്ചയെങ്കിലും ഉണ്ടാകണം. അതുപോലെ 39 ദിവസം ഇത് കൈവശം വയ്ക്കുന്ന സാഹചര്യവും, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ അതിൻ്റെ അഭിഭാഷകരടക്കം രംഗത്ത് വന്ന് ഞങ്ങൾ ഒരിക്കൽ സ്വർണം പൂശിയതിൽ പിന്നെ പൂശില്ല, ഞങ്ങളുടെ രീതി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷനെ തെറ്റിദ്ധരിപ്പിക്കാനും പൊതുസമൂഹത്തിൽ സംശയമുണ്ടാക്കുന്ന ചിലത്തിലുള്ള പ്രവണതകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഈ സ്മാർട്ട് ക്രിയേഷൻസ് കൂടി ചേർന്നുകൊണ്ടാണ് ഗൂഢാലോചന എന്ന രൂപത്തിൽ. ഇന്നിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിട്ടാണ് അങ്ങ് ഈ ചർച്ച തുടങ്ങുന്നത്. പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അത് ആധികാരികമായി, അതും അവസാനമാണെന്ന് കരുതാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യണം എന്നത് മാത്രമാണ് ഇതിൽ പോലീസും വിജിലൻസും സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ മൊഴികളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. പല ഘട്ടത്തിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ, മറ്റ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നവരടക്കം സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല, ആ അറസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റിനെല്ലാം ഒരു സമയമുണ്ട്. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളുകൾ 2-3 ദിവസം അവരെ സ്വതന്ത്രമായി വിട്ടാൽ അവർ ആരെയൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുക, എന്തൊക്കെയാണ് അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുക, അതെല്ലാം അണ്ടർ സർവൈലൻസിലാണ്. അപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകളും വിവരങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടും. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും പോസിറ്റീവായിട്ടാണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഗവൺമെന്റ് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു, ദേവസ്വം ബോർഡ് പിന്തുണ കൊടുക്കുന്നു. ഒരാൾ പോലും ഇതുമായി ബന്ധപ്പെട്ടവർ രക്ഷപ്പെടാൻ പാടില്ല. അതുപോലെ ഇത്തരം സാഹചര്യം ഇനി ആവർത്തിക്കാനും പാടില്ല. ഈ കാര്യത്തിൽ അതിശക്തമായിട്ടാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം. അത് തന്നെയാണ്
ശരി, അടുക്കൽ കെ. ശ്രീകുമാർ ഞാനങ്ങിലേക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുണ്ടാവുക. ശരി, ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് എങ്ങനെ ഒറ്റയ്ക്ക് സാധ്യമല്ല, ബോർഡ് അംഗങ്ങളുടെ ബോർഡ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഗൂഢാലോചന ഇതിന്റെ ഭാഗമാണ് എന്ന് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലും ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലും അടക്കം എണ്ണമിട്ട് പറയുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് മാത്രമായും ഇത് സാധ്യമാകില്ല എന്നുള്ളത് വളരെ വ്യക്തവുമാണ്. കാരണം ഇന്നിപ്പോതാ ഈ സ്വർണ്ണപ്പാളികൾ സമർപ്പിക്കുന്ന ചടങ്ങിൽ നമ്മുടെ കണ്ണിൽ ഏറ്റവും കൂടുതൽ തട്ടിയ ഒരു കാര്യം അവിടുത്തെ ദ്വാരപാലക ശില്പത്തിന്റെ നമ്മൾ മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അപൂർണതയാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് തങ്കം പൊതിഞ്ഞ ആ ദ്വാരപാലക ശില്പമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതരോ ഒന്നും ഈ പറഞ്ഞ കാലയളവിൽ ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ അവിടെ ഇല്ലാതെ എന്ന സമയത്ത് അവിടെ ചെല്ലുകയോ അത് നോട്ടീസ് ചെയ്യാതിരിക്കുകയോ അതെവിടെയാണ് ഈ അറ്റകുറ്റപ്പണി നടക്കുന്നത് എന്ന് അന്വേഷിക്കാതിരിക്കുകയോ ചെയ്തു എന്ന് പറയുന്നത് അസംഭവ്യമാണ്, അസാധാരണമായ കാര്യമാണ്. ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ 14-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നുണ്ട്, നിയമവിരുദ്ധമായ ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്തു എന്ന കാര്യം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർ അവിടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തത് എന്നും കരുതാൻ കഴിയില്ല എന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിപ്രകാരം, നമ്മൾ അറിയുന്ന മൊഴിപ്രകാരവും എനിക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് പ്രത്യുപകാരവും കിട്ടിയിട്ടുണ്ട് എന്നതടക്കം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗൂഢാലോചന അനാവരണം ചെയ്യപ്പെടും. അല്ല, അതിലേറ്റവും അവിശ്വസനീയമായ കാര്യം എന്താ പറയുക, ഈ ആരുമല്ലാത്ത, അതായത് ദേവസ്വം ബോർഡുമായി ഒരു ബന്ധമില്ലാത്ത, തന്ത്രി കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത, പന്തളം രാജകുടുംബവുമായി ബന്ധവുമില്ലാത്ത ഒരു ടോട്ടൽ സ്ട്രേഞ്ചർ, ബോട്ടം സ്ട്രേഞ്ചർ ഇങ്ങോർക്ക് എങ്ങനെ ഇത് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇയാൾ ആരാണ്? ഇയാൾ എന്താണ് അവിടെ? ഇയാളുടെ ശബരിമലയിൽ ഇയാളുടെ റോൾ എന്താണ്? പറഞ്ഞു കേട്ടത് ഒരു കീഴ്ശാന്തിയായിട്ടോ അതിൻ്റെ അസിസ്റ്റൻ്റായിട്ടോ എന്തോ വന്നു, അവിടെ അനാവശ്യമായി തിരിഞ്ഞു കളിക്കുന്ന ആളുകളെ ഐഡൻറ്റിറ്റി കാർഡ് വെച്ച് ഒഴിവാക്കാൻ തുടങ്ങിയപ്പോൾ പോകേണ്ടി വന്നു. പിന്നീട് വരുന്നത് ചില 2014 ശേഷം പിന്നെ വരുന്നത് വേറെ ചെറിയ പണക്കാരുടെ സ്പോൺസർമാരുടെ ഏജൻ്റായി എന്നൊക്കെ പറയുന്നു. ശരി, ആരോ ആയിക്കോട്ടെ. ഇയാൾ ആരാണ്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ദേവസ്വം മന്ത്രിയുള്ള, ഒരു ബോർഡ് ചെയർമാനുള്ള, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഉള്ള, ഞാൻ ആ വാക്കാൻ ഉപയോഗിക്കും, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ദേവസ്വം ബോർഡിനുണ്ട്, ഇല്ല എന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് ഒരു ബോട്ടം സ്ട്രേഞ്ചർ, അതായത് ശബരിമലയുടെ തന്ത്രി കുടുംബവുമായി ബന്ധമില്ല, ശബരിമലയുടെ ദേവസ്വം ബോർഡുമായി ബന്ധമില്ല, അതുപോലെ തന്നെ പന്തളം രാജകുടുംബവുമായി ബന്ധമില്ലാത്ത ഒരാൾ വരുന്നു, ഞാനിത് ചെയ്തു തരാമെന്ന് പറയുന്നു. ശരി, പൈസ അവിടെ ഇത്ര രൂപയാകും എന്ന് അതിൻ്റെ എക്സ്പേർട്ടുകളുമായി സംസാരിച്ച് അല്ലെങ്കിൽ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ബില്ല് കൊടുക്കുക, ഇത്ര രൂപയാവും, അത് അടച്ചോളൂ, ഞങ്ങൾ ചെയ്തോളാം എന്നാണ് ഇന്ത്യയിൽ ഏത് അമ്പലവും ചെയ്യേണ്ടത്. പക്ഷേ ഇത് എടുത്ത് അങ്ങോരുടെ കയ്യിൽ കൊടുക്കുന്നു. ഇത് ആരും അറിയാതെയാണോ? ഇത് മുകളിലുള്ളവർ അറിയാതെയാണോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാണ്ട് ഇത് ചെയ്യുമോ? ദേവസ്വം ബോർഡ് കമ്മീഷൻ അറിയാണ്ട് ഇത് ചെയ്യുമോ? ഇത് സാധ്യമല്ല. അങ്ങനെയൊന്നും അവിടുത്തെ ചെറിയ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ ശബരിമലയിൽ പോകുമ്പോൾ അവിടെ ദേവനെ തൊഴുകുമ്പോൾ 2 സൈഡിൽ നിൽക്കുന്ന ശില്പങ്ങളാണ്. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നൊരു സംഗതി എടുത്തിട്ട് ഒരാളുടെ കൈവശം കൊടുക്കുക, നീ കൊണ്ടുപോയി നന്നാക്കിയിട്ട് വന്ന്, ഇനി അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ 4.5 കിലോഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട്. 4.5 കിലോഗ്രാമിൻ്റെ വ്യത്യാസം വന്നാൽ അന്നൊരു പരാതി പോകേണ്ടിയിരുന്നു, അന്നൊരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയിരുന്നു, അന്ന് വേണ്ടിയിരുന്നു പരാതിയും അന്വേഷണവുമൊക്കെ. എന്തുകൊണ്ട് നടന്നില്ല? അത് പൂഴ്ത്തിവെക്കപ്പെട്ടു. കാരണം 4.5 കിലോ, അത് സ്വർണത്തിലാണോ ഈ കുറവ് സംഭവിച്ചത്, ചെമ്പിലാണോ കുറവ് സംഭവിച്ചതെന്ന് അറിയില്ല. അതറിയണമെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാവണം. ഒരു തരത്തിലുള്ള അന്വേഷണമോ അതൊരു വേവലാതിയോ അതൊരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി സെപ്റ്റംബർ 27 വിധിയിൽ പറഞ്ഞത് ആ ചെമ്പുപാളികൾ തന്നെയാണോ വന്നത് എന്ന് സംശയമുണ്ട് എന്ന്. അപ്പോൾ അത് രണ്ടാമത്തെ വിഷയം. ഇനി മൂന്നാമത്തെ ഏറ്റവും അവിശ്വസനീയമായ കാര്യം, 6 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോരെ തന്നെ വീണ്ടും എന്തിനേൽപ്പിച്ചു? അതായത് ആദ്യം കൊണ്ടുവരുമ്പോൾ 4.5 കിലോ കുറഞ്ഞ ഒരു വ്യക്തിയെ 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഏൽപ്പിക്കുന്നു. ഇത് വെള്ളരിക്ക പട്ടണമാണത്? അതോ ശബരിമല കേരളത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രമാണോ? ഇതെന്താണിത്? ഇതേ മനുഷ്യനെ വീണ്ടും 6 വർഷങ്ങൾക്ക് ശേഷം ഏൽപ്പിക്കുന്നു. അവിടെ അപ്പോൾ ഒരു കോടതിയിൽ ഒരു ഹർജി വരുന്നു, ഒരു പരാതി വരുന്നു. അപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടായത്? അല്ലെങ്കിൽ ഇവിടുത്തെ പത്രക്കാരോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഒന്നും കണ്ടെത്തിയതല്ലല്ലോ.
ഏതോ ഒരു ഭക്തൻ, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിവരം കിട്ടിയതായിരിക്കാം. അദ്ദേഹം പരാതിയുമായി പോയപ്പോഴല്ലേ ഇത് ഇത്രയും വലിയ വിഷയമായത്. ഈ മൂന്ന് കാര്യങ്ങളും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ കമ്മീഷണർ, പ്രസിഡന്റ്, മന്ത്രി വരെ എന്ന് പറയാം, ഇവരുടെ ഒന്നും അറിവോ സമ്മതവും ഇല്ലാതെ ഇങ്ങനെ സംഭവിക്കുമോ? ആര് വിശ്വസിക്കും ഇതൊക്കെ? അതുകൊണ്ട് ഞാനിപ്പോൾ അന്വേഷണത്തെ പറ്റി ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണം. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയേ മതിയാവൂ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ, ലോകത്തിലെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ശരി, അടുത്ത അനിൽ ബോസ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന് കോടതി വിധികളിൽ ഈ വിജിലൻസ് അന്വേഷണത്തിന് ആദ്യം ഉത്തരവിട്ടതും അതിനുശേഷം ഉത്തരവിട്ടതുമായ വിധികളിലെല്ലാം വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആരൊക്കെയാണ് ഇതിനു പിന്നിൽ സംശയകരമായ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് എന്നുള്ളതടക്കമുള്ള കാര്യം ഇപ്പോൾ പിന്നീട് വന്ന, അതായത് 23-ാം തീയതി വന്ന വിധിയിൽ തന്നെ അതിന് 3-ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നത് എപ്പോഴാണ് ആദ്യമായി ഈ ചെമ്പുപാളികൾ എന്ന വാക്ക് ഇടം പിടിച്ചത് എന്നുള്ളതാണ്. അത് എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തമ്മിലുള്ള കത്തിടപാടിലാണ് ആദ്യമായി ചെമ്പ് എന്നുള്ള ഒരു പ്രയോഗം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ശ്രീ VP ശ്രീപത്മനാഭൻ പറയുന്നു, അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെ ഇത് സാധ്യമാകും? നമ്മൾ തുടക്കം മുതൽ, ആദ്യത്തെ ദിവസം മുതൽ ഈ വാർത്ത കേട്ട എല്ലാ മനുഷ്യരും ചോദിച്ചൊരു കാര്യമാണ്, അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെ ഇത് സാധ്യമാകുമെന്ന്. കോടതിയിൽ തന്നെ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ ഇത് പറയുന്നു. സകല മനുഷ്യരും, കോമൺ സെൻസ് ഉള്ള സകല മനുഷ്യരും പറയുന്നു ഇതിന് പിന്നിൽ അറിവോ സമ്മതമോ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഈ എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരൊറ്റ ആളിലേക്ക് ചുരുങ്ങുമോ എന്നുള്ളതാണ് നിലവിലുള്ള ചോദ്യം. പക്ഷേ അത് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അവിശ്വസിച്ചുകൊണ്ടോ ഇത് പോകില്ല എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചിന്ത കൊണ്ടോ എന്നുള്ളത് ഒന്നുമല്ല. കാരണം ഇതൊക്കെ സാധ്യമാക്കാൻ ഒരു വലിയ മാഫിയ അവിടെ പ്രവർത്തിച്ചു എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ ഇതിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിലും ഇതിനൊരു പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്നത് വേണ്ടാന്ന് വിശ്വസിക്കുന്ന ഒരു ഈശ്വരവിശ്വാസിയാണ് ഞാൻ. ഇത് പറയുന്നത് നമ്മൾ മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ ഓരോ കാര്യങ്ങളും എവിടെയൊക്കെ വീഴ്ച വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് കുറ്റക്കാർ, എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വിശദമായി കണ്ടെത്തിയിട്ടുണ്ട്. അത് കോടതി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കോടതിക്ക് ഈ കുറ്റം ചെയ്തു എന്നും കുറ്റക്കാരാരൊക്കെയെന്നും വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഇവിടെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു, സ്വാഗതാർഹമായ കാര്യമാണ്, അതിനൊന്നും ഞാൻ തർക്കം പറയുന്നില്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രസക്തമായി നാം നോക്കിക്കാണേണ്ടത് മന്ത്രി എന്തു പറഞ്ഞു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തു പറഞ്ഞു, മുഖ്യമന്ത്രി എന്തു പറഞ്ഞു, CPM പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എന്തു പറഞ്ഞു. അത് വെച്ച് ഞാനൊരു ഡിബേറ്റിനില്ല, അതൊരു തർക്ക വിഷയമാക്കാൻ ഞാനില്ല. കാരണം അവർ പറഞ്ഞതൊക്കെ ഒരാഴ്ച മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ കേട്ടിട്ട് ഇരുന്നാൽ നമുക്ക് വട്ടായി പോകും. അതാണ് പൊതുസ്ഥിതി. അവരൊരു ഘട്ടത്തിലും ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഒന്നും ഇതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. ഇത് കോൺഗ്രസ്സുകാരുടെ കാലത്ത് നടന്നിട്ടുള്ള കൊള്ളകളുടെ തുടർച്ചയാണ് എന്ന് പറയാനാണ് അവർ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അവിടെ പണ്ട് കോൺഗ്രസ് ഭരിച്ചില്ലേ, അന്ന് വലിയ കൊള്ളകൾ നടന്നിട്ടില്ലേ, അവർ അമ്പലം വിഴുങ്ങിയിട്ടില്ലേ, ഇത്തരം മറു ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഞങ്ങൾ അന്നെടുത്ത പൊസിഷനും ഇന്നെടുത്ത പൊസിഷനും ഒന്നാണ്. ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം തൊട്ട് ആരൊക്കെ ഭരിച്ചാലും ഏതൊക്കെ കാലയളവിൽ എന്തെല്ലാം കുഴപ്പമുണ്ടോ അതൊക്കെ അന്വേഷിക്കുന്നതിന് ഞങ്ങളിതിലല്ല. ഞങ്ങളതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നവരാണ്. ഈ സംഭവം ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ള സംഭവം, ആ സംഭവം നടക്കുമ്പോൾ എന്തായാലും കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ അധികാരത്തിലില്ല. ഞങ്ങളുടെ അധികാര കാലയളവിലല്ല നടന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ തുടർന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളുടെ അധികാര കാലയളവിലല്ല. അപ്പം സ്വാഭാവികമായിട്ടും പഴയ കാര്യങ്ങൾ വല്ലതുകൊണ്ടേ അവരന്വേഷിച്ചോട്ടെ, ഏതെങ്കിലും കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കയ്യാമം വെച്ചോട്ടെ.
എന്തായാലും കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു കോൺഗ്രസ്സുകാരനെയും കയ്യാമം വെച്ചില്ലല്ലോ. ഒരു കോൺഗ്രസിൻ്റെ ബോർഡ് മെമ്പറേയും കോൺഗ്രസിൻ്റെ ബോർഡ് പ്രസിഡന്റിനെയും കയ്യാമം വെച്ച് നമ്മൾ കണ്ടില്ലല്ലോ. അതിനുള്ള ഒരു നടപടിയും 10 വർഷമായി കണ്ടില്ലല്ലോ. ഇന്ത്യ ഭരിക്കുന്നത് ഞങ്ങളല്ല, കേരളം ഭരിക്കുന്നത് ഞങ്ങളല്ല. ഇപ്പോൾ രണ്ടും ഒരു മുന്നണിയായതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിലവിൽ ഇപ്പോൾ നടന്നിട്ടുള്ള അറസ്റ്റ് പ്രാഥമികമായി കേൾക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിന് സന്തോഷം പകരുന്ന കാര്യമാണ്. അതിലൊരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നു. മാധു ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, നല്ല ഒരു ഹിസ്റ്ററിയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചാണ് അന്വേഷണം. ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ്, കാണുന്നവരങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും. കോടതിയുടെ മേൽനോട്ടം കൂടിയാകുമ്പോഴും കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും സ്വാഭാവികമായും നന്നായി വരട്ടെ, അത് പോസിറ്റീവായിട്ട് വരട്ടെ, സത്യമായി വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത്, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇതിന് കാലവിളംബം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചത് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല ഞങ്ങളുടെ ആക്ഷേപം. ഈ സംഭവം ഉയർന്നു വരുന്ന 2 ഘട്ടങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ പ്രശ്നം കണ്ടുപിടിച്ച് അതിൽ വളരെ കൃത്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഇന്നിരിക്കുന്ന ബോർഡ്, ഇന്നിരിക്കുന്ന ഗവൺമെൻറ്, ഇന്നിരിക്കുന്ന വകുപ്പ് മന്ത്രിയുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോടതിയുടെ ഉത്തരവ്, പ്രമേസിൽ വെച്ച് തന്നെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഉത്തരവിനെ മറികടന്നുകൊണ്ട് പുറത്തോട്ട് പോയിരിക്കുന്നു. ഈ ദ്വാരപാലക വിഗ്രഹം പുറത്തോട്ട് പോയിരിക്കുന്നു, കട്ടളയാണെങ്കിലും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തോട്ട് പോകുന്നു, 2 കേസുകൾ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെൻറ്റിനോ ബോർഡിനെ നയിച്ചവർക്കോ മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ല. അവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും വലിയ ആരോപണ വിധേയനായി കോടതി കണ്ടെത്തിയിട്ടുള്ള, ബോർഡ് കണ്ടെത്തിയിട്ടുള്ള, ബോർഡിൻ്റെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള, വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരാളെ തന്നെ വീണ്ടും ഏൽപ്പിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് വകുപ്പിൽപ്പെട്ട മേലെ തൊട്ട് താഴെ വരെ മന്ത്രിയോ പ്രസിഡന്റോ എന്നുള്ളതല്ല, താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെയുള്ള ആളുകൾ എന്ത് ഔചിത്യത്തിൻ്റെ പേരിലാണ് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ കുറ്റക്കാരനായ, കോടതിയുടെ പരിശോധനയിൽ കുറ്റക്കാരനായ, എല്ലാവർക്കും അറിയാമെന്നാണല്ലോ പറയുന്നത് ഇപ്പം. അങ്ങനെയെങ്കിൽ അങ്ങനൊരു കുറ്റക്കാരനെ വീണ്ടും ഏൽപ്പിച്ചത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആക്ഷേപമുണ്ട്. ഈ വകുപ്പിന് ഉത്തരവാദിത്വം, ഈ പറയുന്ന പരാമർശങ്ങളൊക്കെ പിന്നീടല്ലേ ഉണ്ടാവുന്നത്? ഏത് പരാമർശം? അല്ല, ഈ വിജിലൻസിന്റെ പരാമർശവും വിജിലൻസിന്റെ റിപ്പോർട്ടും കോടതിയുടെ പരാമർശങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇത് ഏൽപ്പിച്ച ഇന്നല്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്നത് വാർത്തകളായതിനു ശേഷമാണ്. വാർത്തകൾക്ക് മുമ്പ് ഇതിന്റെ റിപ്പോർട്ട് കോടതി മുമ്പാകെ എത്തിയല്ലോ. ആ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. കോടതി ദൈനംദിന പ്രവർത്തനങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിനൊരു പ്രത്യേക ബെഞ്ച് തന്നെ വർക്ക് ചെയ്യല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ച് പുറത്തു വന്നു. അതിൽ കൃത്യമായി പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുറത്തു വന്നിട്ടും ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനൊരു സംഭവം നടന്നാൽ, സംഭവം ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിയുമല്ലോ. ഇനി നമ്മൾ പോട്ടെ, ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികളാണ്, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നമ്മളെല്ലാം അറിയുന്നത് പോട്ടെ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ അധികാരികൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല ആരോടെങ്കിലും പറഞ്ഞോ? മുഖ്യമന്ത്രിയുടെ മകൻ അങ്ങനെയല്ല, ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്നുള്ളതാണല്ലോ. ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആക്ഷേപം ശരിയല്ല മാധു. ദേവസ്വം ബോർഡ്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്കാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞെന്താ? ഇയാൾ വാറണ്ടി കൊടുത്തിരിക്കുന്ന ആളായതുകൊണ്ട് അയാളെ ഒഴിവാക്കാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ അയാളെ അറിയുകയില്ലെന്ന് പറഞ്ഞില്ല. അയാൾക്ക് കൊടുത്തപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ കാര്യമല്ല പറയുന്നത്. ഇത് വളരെ സാങ്കേതികമായ കാര്യവും ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതുമായ ഒരു ഓർഡറാണ്. അതിൽ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യവുമില്ല. 2025 ഇത് കോടതി അനുമതിയില്ലാതെ പുറത്തു കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ വരുമ്പോഴാണ് 2019 ഇത്തരത്തിലുള്ള മാൽപ്രാക്ടീസസ് അവിടെ നടന്നു എന്ന് പറയുന്നത്. അതിനു മുൻപ് ഇപ്പോഴത്തെ ഭരണസമിതിയോ ഈ പറയുന്ന ആളുകൾക്കോ ഒന്നും അറിയില്ല ഇങ്ങനെ ഒരു ക്രമക്കേട് അവിടെ ഉണ്ടായി, ഈ 4 കിലോ തൂക്കത്തിന്റെ വ്യത്യാസം ഉണ്ടായി എന്നുള്ളതൊക്കെ. പിന്നീട് കോടതി മഹസർ വിളിച്ചു വരുത്തുമ്പോഴാണ് എന്തുകൊണ്ട് അന്ന് ഈ പ്രശ്നം ഉണ്ടായില്ല, എന്തുകൊണ്ട് അന്ന് ഈ രേഖകൾ ഉണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നീട് കോടതി ഇടപെടൽ ഉണ്ടായതിനു ശേഷമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തു വിടുന്നത്. ഇത് വളരെ ബേസിക് ആണ് കേട്ടോ. അല്ല, ഇത് മാധുവിൻ്റെ ആവശ്യം എന്താ? മാധു പറയുന്ന ആവശ്യം ഞാനങ്ങ് പറഞ്ഞാൽ എനിക്ക് എതിർപ്പില്ല. നമ്മളൊന്നും തർക്കിക്കണ്ട. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പറയാം. നമ്മൾ കാണേണ്ടത് എന്താ? ഈ വിഷയം ഉണ്ടായി ഉയർന്നു വന്നതിന് ശേഷം ഉള്ള കാര്യം ഞാൻ പറയാം. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ പത്രക്കാരെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്? അനന്തഗോപൻ പത്രക്കാരെ കണ്ടപ്പോൾ മുൻ പ്രസിഡന്റ് എന്താണ് പറഞ്ഞിരുന്നത്? ഇവരാരെങ്കിലും ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഇങ്ങനൊരു കാര്യം നടന്നതായി പറഞ്ഞോ? സ്വന്തം മകൻ അവിടുത്തെ സ്വർണം
ദാനമായി റെഡിയാക്കി കൊടുക്കാൻ കാണിച്ച ആത്മാർത്ഥതയെക്കുറിച്ചൊക്കെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയമല്ലേ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയിലാണെങ്കിലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലാണെങ്കിലും നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാത്ത ആളുകളല്ല ദേവസ്വം ഭരണസമിതിയായി വരുന്നവരാരും. ഒരുപക്ഷെ വരുന്ന സമയത്ത് അറിയത്തില്ലായിരിക്കുമെങ്കിൽ വരുന്ന സമയത്ത് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടെ നടക്കുന്ന നേരായ നടപടിക്രമങ്ങളും നേരല്ലാത്ത നടപടിക്രമങ്ങളും നടത്തുന്ന ആളുകൾ അത് കൃത്യമായി അവരെ പഠിപ്പിച്ചു കൊടുക്കും. അവരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഇത് നിങ്ങളിപ്പോഴും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ബോർഡിൻ്റെ പ്രസിഡന്റിനെ എടുത്ത് അകത്തിടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, വകുപ്പിൻ്റെ മന്ത്രിയെ എടുത്ത് അകത്തിടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഞാൻ പറയുന്നത് നിലവിൽ കോടതിയുടെ അന്വേഷണം നിലവിൽ നടക്കുന്നു, നല്ല കാര്യം. നിലവിൽ പുറത്തു വന്നിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെയും പരസ്യമായി തള്ളിപ്പറഞ്ഞ് ആ കാര്യങ്ങളെ സുതാര്യമായി അന്വേഷിക്കണമെന്ന് പറയേണ്ടതിന് പകരം ഭരണ നേതൃത്വം തുടക്കം മുതൽ ഈ വിഷയം ഉയർന്നു വന്നിട്ടുള്ള ആദ്യ ഘട്ടങ്ങളിലൊന്നും ഇപ്പോൾ ഇന്ന് പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്തു എന്ന്. അതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത CPM പ്രതിനിധി എന്താ പറഞ്ഞു? ഞങ്ങൾ 4 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ പറഞ്ഞത്. ഇവർക്ക് എന്ത് കാര്യം ഇതിൻ്റെ അകത്ത്? ഇവർക്ക് കാര്യം? ഇവർ സ്വന്തം നിലയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചോ? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ ഉടൻ തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത് അന്വേഷിക്കാൻ തയ്യാറായോ? ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ ഒരു അന്വേഷണത്തിന് പ്രത്യേക നടപടികൾ സ്വീകരിച്ചോ? ഇവരാരും ഇതൊന്നും ചെയ്തില്ല മാധു. ശരി, ഓക്കെ. ഇവരാരും ഇതൊന്നും ചെയ്തില്ല. കോടതിയാണ് ഇടപെടുന്നത്. അവിടെ CPM-നോ ഈ ഗവൺമെന്റിനോ യാതൊരു റോളുമില്ല. കോടതിയുടെ ഇടപെടലിൽ കോടതി സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് മാധു പോയിക്കോ, എൻ്റെ അടുത്തോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം പ്രതിയായി ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രതിയാണ്. തെളിവെടുപ്പ് നടക്കും. തെളിവെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ശ്രീ B. അശോക് പറഞ്ഞതുപോലെ ഹൈദരാബാദിൽ പോവും, ചെന്നൈ പോവും, ബാംഗ്ലൂർ പോവും, എവിടെയൊക്കെ പോകാവോ അവിടെ എല്ലാം പോവും. ഇതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പ്രതി ചേർത്ത് കേസിടും. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും, കുറേ നേതാക്കന്മാരുടെ പേര് പുറത്തു വരും. അപ്പോൾ CPM എടുക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താ? CPM-ന്റെ ദേവസ്വം ബോർഡ് മെമ്പർക്കോ പ്രസിഡന്റിനോ ഭരണസമിതിക്കോ സർക്കാരിനോ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് നാളെ ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു പറയേണ്ടി വരും. അയാൾക്ക് നിലനിൽക്കാൻ ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ മാധു സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിലെ ഗാംഭീര്യമൊക്കെ വിട്ട് ഇപ്പോൾ ഒരു പ്രതിയായി തന്നെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മാധ്യമ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷേപം വെച്ചിട്ട് പോരുത്. ഞാൻ പറഞ്ഞത് അല്ല, ഒരു സെക്കൻഡ് മാധു, എനിക്കിനി സമയം തരണ്ടെന്ന്. അത് കൺഫ്യൂഷൻ ആക്കി പോവല്ലേ. നമ്മളെന്തോ തെറ്റു പറഞ്ഞു എന്നുള്ള രീതി പോവല്ലേ. ഞാൻ പറഞ്ഞത് ഒരു പ്രതിയായി കേസിൽ വരുന്ന ഒരാൾ ആ പ്രതിസ്ഥാനത്ത് നിന്ന് വന്ന് നാളെ പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിനകത്ത് വരുന്ന പേരുകളൊക്കെ തന്നെ ഒരു പ്രതിയുടെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ്, രക്ഷപ്പെടാനുള്ള വ്യഗ്രതയാണ് എന്ന ന്യായീകരണം 10 ദിവസം കഴിയുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ശ്രീ D. അശോകൻ, ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവ് കോടതി ഇടുമ്പോഴും ആ റിപ്പോർട്ട് സമാഹരിക്കുമ്പോഴും ഒരു SIT കോടതിയുടെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളത് അസാധാരണമായൊരു നീക്കമായിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ അന്വേഷിക്കണമെന്ന നിർദ്ദേശമുണ്ടാകുന്നു. കോടതിയുടെ ആ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാം അപ്രധാനമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണം ഒരു സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. പക്ഷേ അതിനു മുൻപ് ഉയർന്ന ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഒരു ദേശീയ അന്വേഷണ ഏജൻസി, പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായ ആവശ്യം ദേശീയ അന്വേഷണ ഏജൻസി ഇതിൽ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. അതായത് സ്റ്റേറ്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുമ്പോൾ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണം ശക്തമായിരിക്കുമ്പോൾ ഒരു പരിമിതി ഉണ്ടാകില്ലേ എന്നുള്ളതായിരുന്നു. അത്തരം സാധ്യതകൾ എത്രത്തോളമാണ്? അതിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞ ബയസാവുമെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം തീർച്ചയായും ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം. അപ്പോൾ ഒരിക്കലും ബയസാവേണ്ട കാര്യമില്ല. ഇപ്പം എൻ്റെ ഒരു പോയിന്റ്, അതായത് ഒരു അന്വേഷണത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണുന്നത് ഇപ്പോൾ ഇതിനകത്തൊരു 3 പ്രധാന പോയിന്റാണ്. എത്ര സ്വർണം ഇവിടെ നഷ്ടപ്പെട്ടു, അതായത് കൊള്ളയടിക്കപ്പെട്ടു. എന്തിനെന്ന് പറഞ്ഞാൽ ഇത് റിക്കവർ ചെയ്യണം. അതായത് ഈ ക്രിമിനൽ കേസിൻ്റെ അന്വേഷണം ഇത് മൊത്തം റിക്കവർ ചെയ്യണം. 27 റിക്കവറിയായി ഈ സ്വർണ്ണമെല്ലാം റിക്കവർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. 2, ഇതിനകത്ത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കുള്ള പങ്ക്. 3, ഇതിനകത്ത് ബോർഡ് മെമ്പർമാരുടെ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. എന്തായാലും ഇത് അന്വേഷിക്കുമ്പോൾ ഇതിനകത്ത് ചിലപ്പം മുൻ കമ്മീഷൻ, ഇപ്പോഴത്തെ അല്ല,
മുൻ കമ്മീഷണർക്കും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരെല്ലാം ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളത് തീർച്ചയായും ഈ ഇൻവെസ്റ്റിഗേഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ഇത് 2 ക്രിമിനൽ കേസാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്, SIT അന്വേഷിക്കുന്നത്. തീർച്ചയായും ഇതാ പോകുന്നത് എവിടെയായിരിക്കും എന്നറിയാം. അടുത്തത്, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വിജിലൻസിൽ ഇതിൻ്റെ കേസ് വരും. പ്രത്യേക ചാർജ് വിജിലൻസ് കോടതി കൊടുക്കേണ്ടി വരും. അങ്ങനെ വിജിലൻസ് കേസും നേരിടേണ്ടി വരും ഇതിനകത്ത് ഉൾപ്പെട്ട. ചിലപ്പോൾ ഈ കൽപേഷ്, നാഗേഷ് എന്നൊക്കെ പറയുന്ന കുറേ പേരുകൾ പറയുന്നുണ്ട്. അതിലാരും ഇപ്പം ഇതിലെത്തിയിട്ടില്ല. മാത്രമല്ല അവർക്ക് ഉള്ളവർ തന്നെയാണോ എന്നറിയില്ല. ചിലപ്പോൾ ബിനാമി പേരുകളായിരിക്കാം. ഒരു കൽപേഷിനെ കുറിച്ച് ഇവരാരും തന്നെ ശബരിമല സന്നിധാനത്തും സോപാനത്തും കണ്ടതായിട്ട് ആരും പറയുന്നില്ല. എന്തായാലും പോറ്റിയുടെ സർവ്വസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതിൽ പോറ്റിയുടെ റോൾ എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ ഇതിനകത്തൊരു ക്രിമിനൽ കോൺസ്പിറസിയുടെ വരും. കാര്യം ഇത് ഇപ്പം പോറ്റി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രതി. പോറ്റിയാണ് റിമാൻഡ് ചെയ്ത. ഈ പോറ്റിയുടെ ഇനി അടുത്ത കൺഫെഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ തന്നെ പോറ്റിയെ കൊണ്ട് പറയിപ്പിക്കും. ഇപ്പം ഇന്ന് കോടതിയിൽ വെച്ച് പോറ്റി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്നെ എന്ത് ചെയ്തു, എന്നെ കുടുക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെ ആൾക്കാർ ചേർന്നുള്ള ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് ഇൻഡയറക്റ്റായിട്ട് പോറ്റി പറയുകയാണ്. അപ്പോൾ കുടുക്കി എന്ന് പറയാം, സാധാരണ സ്വയം കുഴിച്ച കുഴിയിലാണ് വീണതെന്നുള്ളത് നമുക്കറിയാം. ആവശ്യമില്ലാത്തൊരു കാര്യം ഈ പോറ്റി തന്നെ പറഞ്ഞ് അവസാനം കുടുങ്ങിപ്പോയത്. അതിന്റെ ഈ പറയുന്ന ഒറിജിനൽ ബുദ്ധി ആരുടേതാണ് എന്നുള്ളതൊക്കെ സംശയാസ്പദമാണ്. അതൊക്കെ പിന്നെ നിങ്ങൾ ആ രീതിയിൽ ചാനലുകാർ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന ഇപ്പം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ, അതായത് കുറ്റസമ്മത മൊഴിയിലും ഈ പറഞ്ഞ 164 സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും പോറ്റിയെ കൊണ്ട് കോടതി കൊണ്ട് എടുപ്പിക്കും. അതിലൊക്കെ ഈ പോറ്റി കാര്യങ്ങൾ പറയും, ഇന്ന ആൾക്കാരല്ല ഇന്ന ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെല്ലാം സ്വാഭാവികം. ഇതിനകത്ത് ക്രിമിനൽ കോൺസ്പിറസിയുടെ ഒരു വകുപ്പും കൂടെ ചേർക്കുമ്പോൾ, അതായത് കുറ്റകരമായ ഗൂഢാലോചന, ആ വകുപ്പൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അവിടെ വകുപ്പൂടെ ചേർത്തായിരിക്കും മറ്റവരെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ആ ആഡ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വരുമെങ്കിൽ തീർച്ചയായും ഇതൊരു വിജിലൻസ് കേസ് കൂടെ ആവും. ഈ 2 കേസ്, ക്രിമിനൽ കേസ് കൂടാതെ ഒരു വിജിലൻസ് കേസ് കൂടെ ആവും. അത് കൂടുതൽ നമ്മുടെ ഈ കേസിന്റെ അന്വേഷണത്തിന് ഗുണകരമായി. റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ പറയുന്ന കാര്യം നേരത്തെ കെ എസ് അരുൺകുമാർ പറഞ്ഞതുപോലെ ഇതൊരു എന്തുകൊണ്ട് റിമാൻഡിൽ കിട്ടണം എന്നുള്ള കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ആരൊക്കെ എന്തൊക്കെ ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്നടക്കമുള്ള സൂചനകളൊക്കെ നൽകുന്നതുമാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇതിലൊരു കൗതുകമുള്ളത് അങ്ങ് നേരത്തെ എണ്ണി പറഞ്ഞ 4 കാര്യങ്ങൾ, അത് മുൻ ദേവസ്വം ബോർഡിനെ നിയമിച്ച സർക്കാരിനും എതിരെ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇതിനവിടെ അരങ്ങൊരുങ്ങി എന്നുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തിന് കൈ കഴുകി നിൽക്കാൻ കഴിയില്ല. നമ്മൾ തുടക്കം മുതൽ ഈ വിഷയത്തിന്റെ ചർച്ച മുതൽ പറയുന്നൊരു കാര്യവുമാണ്. അന്നിപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരൊക്കെ പറഞ്ഞത് ബോർഡിലേക്ക് ഇതുവരെ പരാമർശമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്, ബോർഡിലേക്ക് സൂചനകൾ വന്നില്ല എന്നുള്ളത്. പക്ഷേ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലടക്കം പരാമർശങ്ങൾ വരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് തന്നെ പ്രതി ചേർക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പ്രതി ചേർക്കപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കപ്പെടുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, അയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്ന് ഏത് സാധാരണ മനുഷ്യനും മനസ്സിലാകുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും അത് ശരിയാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ 1-2 വാചകങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നതെങ്കിലും ഞാനൊരു രാഷ്ട്രീയവും പറയുന്നില്ല, ഞാനൊരു വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് പറഞ്ഞത് മുഴുവൻ പച്ചയായ രാഷ്ട്രീയവും. അവസാനം അദ്ദേഹം പറയാണ്, ഈ പ്രതി കൊടുത്ത കുറ്റസമ്മത മൊഴിയിലടക്കം വന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് 8-10 ദിവസം കഴിയുമ്പോൾ പലരും ഇവിടെ വന്ന് ഡിഫെൻഡ് ചെയ്യുന്നത് കാണാം എന്നൊക്കെ അദ്ദേഹം ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഇവിടെ ഈ പ്രതി എന്ത് കുറ്റസമ്മതം മൊഴി നടത്തിയാലും ആരൊക്കെ അതിൽ അക്യൂസ് ചെയ്താലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂസലുമില്ല ഇതില്. ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം പറഞ്ഞത് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്നതാണ്. പിന്നെ അദ്ദേഹം ഒരു കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഇവിടെ ഈ CPM പ്രതിനിധിക്ക് എന്താണ് കാര്യം, അതുപോലെ തന്നെ സ്വന്തം നിലയിൽ നിങ്ങൾ എന്തെങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചോ എന്ന് ചോദിച്ചു. ഇപ്പോഴും CBI എൻക്വയറിക്ക് വേണ്ടി വാദിക്കുന്നവരും നിയമസഭയിൽ 5 ദിവസം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും സമരവും അക്രമ സമരവും എല്ലാം കണ്ടത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. കേരളത്തിന്റെ തെരുവീതികളിൽ പല ഘട്ടത്തിലും അവർ ഇതേ ആവശ്യം പറഞ്ഞ് സമരം നടത്തി. എന്നാൽ ഹൈക്കോടതിയിൽ ഈ കേസ് പോസ്റ്റിംഗ് ഇല്ലാത്ത ദിവസം
രാവിലെ കോടതിയിൽ മെൻഷൻ ചെയ്ത് ഗവൺമെന്റ് പ്ലീഡറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുമാണ് തിരുവിതാംകൂറിന്റെ വിജിലൻസിന്റെ SP ഒരു സീൽഡ് കവറിൽ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാനുണ്ട്. ആ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ഈ കേസ് ഇന്ന് പോസ്റ്റിംഗ് ഇല്ലെങ്കിലും പ്രത്യേകം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടു, സീൽഡ് കവറിൽ റിപ്പോർട്ട് കൊടുത്തു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വേണമെന്ന് ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അത് ഹൈക്കോടതി സ്വീകരിച്ചു. ഹൈക്കോടതി ഒരു ടീമിനെ തെരഞ്ഞെടുത്തു. അന്വേഷണം നടക്കുന്നു. ഈ ഘട്ടത്തിലാണ് ചോദിക്കുന്നത്, ഗവൺമെന്റ് സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചോ? ഹൈക്കോടതിയുടെ കൃത്യമായി സർവൈലൻസിലുള്ള ദേവസ്വം ബോർഡിന്റെ ബെഞ്ചിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ ഒരു അന്വേഷണം സമാന്തരമായി ഗവൺമെന്റിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നു CBI എൻക്വയറി. പിറ്റേ ദിവസം ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം നിയമസഭയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടു, ഇപ്പോൾ നിയമസഭയിൽ തന്നെ CBI എൻക്വയറി പ്രഖ്യാപിക്കണം. അത് കോടതി അലക്ഷ്യ നടപടിയാണ്. ഒരു കോടതി അലക്ഷ്യം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ 5 ദിവസം സമരം നടത്തിയത്. അതിനുശേഷം നിങ്ങളുടെ സമരം എവിടെ പോയി? ഇപ്പൊ നിങ്ങൾ CBI എൻക്വയറി 2 ദിവസമായിട്ട് പറയുന്നില്ല. ആ പന്തല് വരെ പൊളിഞ്ഞു ചാടി ആചാര സംരക്ഷണ യാത്രയൊക്കെ പറഞ്ഞ് ആ പൊളിഞ്ഞ് പാളീസായോട് കൂടി നിങ്ങൾ ഇപ്പൊ അത് പറയുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകും. നിങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ലെന്ന് പറഞ്ഞ് ആചാര സംരക്ഷണ യാത്രയിൽ വരെ നിങ്ങൾ പറയുന്നത് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം എന്നാണ് ആദ്യ അവസാനം പ്രസംഗിച്ചത്. അതിന്റെ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ അങ്ങ് ഇട്ടുതരാം. പിന്നെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ പറഞ്ഞു, ഇവിടെ ഇതിൽ ഒറ്റ പ്രതിയെ മാത്രമുള്ളൂ, അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രതി. അത് തെറ്റാണ്. ഒറ്റ പ്രതിയല്ല, ഇതിൽ 10ഓളം പ്രതികൾ 2 കേസിലുമുണ്ട്. ഇതിൽ 1-ാം പ്രതി മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത് നമുക്കറിയാവുന്നതാണല്ലോ, പഴയ ദേവസ്വം ബോർഡ് അടക്കം പ്രതിപട്ടികയിലുള്ളതാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ഉദ്ദേശിച്ചത്. സ്ഥിരം പാനലിസ്റ്റ് അല്ലല്ലോ, പറയൂ. അല്ല, അദ്ദേഹം ഉദ്ദേശിച്ച അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഉദ്ദേശിച്ച അദ്ദേഹം പറയട്ടെ. കാരണം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മാതൃഭൂമിയുടെ ഈ ചർച്ചയിൽ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കും, അതുകൊണ്ട് അതിൽ പല വിവരങ്ങളും വരും. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ 164 ഒന്നുമില്ല. ആ പ്രതിയുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അത് സെക്ഷൻ 27 റിക്കവറിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒളിപ്പിച്ച സ്വർണം അല്ലെങ്കിൽ കട്ടെടുത്ത സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തുന്ന മാർഗമൊക്കെയാണ്. അതുകൊണ്ട് മറ്റു പ്രതികളൊക്കെ അന്വേഷണത്തിൽ ഇരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഘട്ടത്തിൽ പലരും പോലീസിന്റെ സർവൈലൻസിലുള്ള ഘട്ടത്തിൽ ഒരാൾ മാത്രം പ്രതി എന്നെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ അന്വേഷണം നടക്കട്ടെ. ഒരാൾക്കും ആരെയും സംരക്ഷിക്കണ്ടല്ലോ. കാരണം ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടു. പല നേതാക്കന്മാരുടെ ഒപ്പം, ഞാനിപ്പോ മറ്റു തരത്തിൽ ആരോപിക്കുകയല്ല, ഇപ്പൊ സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ പോയി പൊതി കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടു. എവിടെയാണോ ബന്ധം, ആരായിട്ടാണോ ബന്ധം, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണോ ബന്ധം, ആ ബന്ധം പുറത്തു വരട്ടെ, കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അങ്ങനെ ബന്ധവും കണ്ട ഫോട്ടോകളും പറയാനാണെങ്കിൽ എല്ലാ ചേരികളിൽ നിന്നും പറയേണ്ടി വരും. ബന്ധവും കണ്ട ഫോട്ടോകളുടെയും കാര്യം പറയുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ അവതാരങ്ങളാണല്ലോ, അവർക്ക് സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കാൻ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുന്നു എന്ന നിലയ്ക്ക് നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഏകപക്ഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ആരോപണമായി മുന്നോട്ട് പോകും. ഞാൻ അങ്ങോട്ട് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങ് പറഞ്ഞ 4 കാര്യങ്ങളിൽ ആരാണ് പ്രാഥമികമായ ഉത്തരവാദികൾ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ ശ്രീ VP ശ്രീപത്മനാഭനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് അവിടുത്തെ ദൃശ്യം കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ വന്നടിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഒരു അപൂർണതയാണ്, നമ്മൾ കണ്ട് ശീലിച്ച ദൃശ്യങ്ങളിൽ നിന്നുള്ളത്. അത് മാസങ്ങൾ, ഏതാണ്ട് 39 ദിവസം കാണാതെയും തിരിച്ചറിയാതെയും നിന്ന ആളുകൾ. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ ഞാൻ നേരത്തെ വായിച്ചതുപോലെ സമ്മർദ്ദമടക്കം ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചല്ലേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ജനങ്ങൾ സർക്കാരിനോട് അല്ലെങ്കിൽ സംവിധാനത്തോട് ചോദിക്കുന്ന ചോദ്യം ആ സംവിധാനത്തിന്റെ ഭാഗമായ ആളുകൾ തിരിച്ചു ചോദിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒറ്റ കാര്യം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ മാത്രം അന്വേഷിക്കട്ടെ പിടിക്കട്ടെ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, ഒരു കൃത്യമായിട്ട് ഒരു പൂജാ സഹായിയായിട്ട് വന്ന ഒരാൾ എങ്ങനെ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു, ആരാണ് അദ്ദേഹത്തെ വളർത്തിയത്, ആരാണ് അദ്ദേഹത്തിന് സൗകര്യം കൊടുത്തത്, അതുപോലെ ദേവസ്വത്തിന്റെ ഉത്തരവിൽ പോലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള തരികിട പ്രവർത്തി ചെയ്യാൻ പാകത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെ, എല്ലാ വിഷയങ്ങളും അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാൻ ശേഷിയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. ഓരോ 10 ദിവസത്തിനുള്ളിലും ഹൈക്കോടതി കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, ഇത് ഇവിടെ ആരാണ് ഈ മുരാരി ബാബു, ആരാണ് RG രാധാകൃഷ്ണൻ, ആരാണ് S ജയശ്രീ? നമ്മുടെ മുന്നിലുണ്ടല്ലോ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി അടക്കം, തിരുവാഭരണം കമ്മീഷണർ അടക്കം. ഇത് സത്യസന്ധമായി ആ ശബരിമലയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഘട്ടത്തിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ കുറ്റകരമായിട്ടുള്ള വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് എന്താണ് അവര്
എനിക്ക് അങ്ങയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാർ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുകയാണ്, എന്നോട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചു ഇത് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയി പറഞ്ഞു, അതെങ്ങനെ കൊണ്ടുപോകും, അത് ദേവസ്വത്തിന്റെ സ്വത്തായ ഒന്നല്ലേ, അതെങ്ങനെ തിരിച്ചു കൊണ്ടുപോകും, നിങ്ങളുടെ കയ്യിൽ മാത്രമായി ഏൽപ്പിക്കാൻ കഴിയില്ല, അപ്പോൾ ചെലവ് വഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ ചെലവ് കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെടുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ഡയറക്റ്റാണ് ഈ ആശയവിനിമയങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നടന്ന കാര്യം, ഇപ്പോൾ ഈ പാളി കൊടുത്തു വിട്ടില്ല എന്നൊരൊറ്റ കാര്യം കൊണ്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടുണ്ട്. അന്ന് കൊടുത്തു വിട്ടു എന്നുള്ളത് കൊണ്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ആശയവിനിമയം ഉണ്ടായിട്ടില്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് സ്പോണ്ടേനിയസ് ആയിട്ട് അതിൽ എതിർപ്പ് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു താല്പര്യം സ്വാഭാവികമായും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇല്ലാത്തത് എന്ന് അദ്ദേഹം പറയുന്ന, മാത്രമല്ല അതിനകത്ത് വളരെ പെക്യുലറായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അദ്ദേഹം പറയുന്നത് പണ്ട് നടന്നിട്ടുണ്ടാകും, ഇപ്പോൾ നടക്കില്ല എന്ന്. അതായത് മുൻപ് ഞാനാണ് കൊണ്ടുപോയത് എന്ന് പോറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് പണ്ട് നടന്നിട്ടുണ്ടാകും, ഇപ്പോൾ നടക്കില്ല എന്നാണ്. ഒരേ സംവിധാനത്തിൽ ഒരേ നേതൃത്വം നിൽക്കുന്ന സമയത്ത് ആളുകൾ മാത്രമാണ് മാറുന്നത്, പേരുകൾ മാത്രമാണ് മാറുന്നത്, പോസ്റ്റിൽ മാറ്റമില്ല, അവർ വന്ന വഴിയിൽ മാറ്റമില്ല, സംവിധാനത്തിൽ മാറ്റമില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പോൾ നടക്കും, ഇപ്പോൾ നടക്കില്ല. ഇപ്പോൾ രാഷ്ട്രീയമായി ഇടപെടാൻ കഴിയും, അന്ന് രാഷ്ട്രീയമായി ഇടപെടാൻ കഴിയില്ല. ഇപ്പോഴത്തെ ബോർഡ് അറിയും, അപ്പോഴത്തെ ബോർഡ് അറിയില്ല. എങ്ങനെ സാധിക്കും അരുൺകുമാർ അത്? അത് താങ്കൾ മനസ്സിലാക്കേണ്ടത്, ദേവസ്വം ബോർഡ് 2019 എന്തായിരുന്നു തീരുമാനിച്ചത്? അത് സ്വർണം പൂശിയ പാളിയിൽ തന്നെ ചെറിയ മങ്ങൽ വന്നതുകൊണ്ട് തന്ത്രിയുടെയൊക്കെ നിർദ്ദേശവും ആവശ്യപ്രകാരം വീണ്ടും സ്വർണം പൂശാൻ തന്നെയാണ്. ആ ഉത്തരവ് പുറത്തിറങ്ങുമ്പോഴാണ് അതിൽ ചെമ്പുപാളി എന്നാകുന്നത്. അത് ചെമ്പുപാളി ആക്കാൻ, അതായത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം മിനിറ്റ്സിന് വിരുദ്ധമായി ഉത്തരവിൽ മാറ്റം വരുന്നു. അതേപോലെ തന്നെ പ്രൈമൈസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ കൊണ്ടുപോകുന്ന സാഹചര്യം. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ കുറ്റകരമായിട്ടുള്ള വീഴ്ച വന്നു. ആ വീഴ്ച അന്വേഷിക്കട്ടെ. അവർ എത്ര ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണോ, ദേവസ്വം ബോർഡ് അംഗങ്ങളാണോ, അതിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണോ, ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈക്കോടതിയുടെ അവസാന ഉത്തരവിന്റെ 17th പാരഗ്രാഫ് പറയുന്നത് പോലെ നമ്മൾ സമാന്തര അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല. ആ അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ഏജൻസി ഉണ്ട്. അവർ കൃത്യമായി സത്യം കണ്ടെത്തി 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ കാര്യം, ഇത് നടക്കട്ടെ. ഇത് ഏതറ്റം വരെ പൊക്കോട്ടെ എന്ന് ഒരാളെ സംരക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു നയാ പൈസ അവിടെ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനായാലും മാതൃകയായിട്ട് ശിക്ഷിക്കട്ടെ. അത് പറയുമ്പോ ആ ബോർഡിനാണോ കുഴപ്പം, ഈ ബോർഡിനാണോ കുഴപ്പം, അതും അന്വേഷിക്കട്ടെ. നിലവിലുള്ള ബോർഡാണോ പഴയ ബോർഡാണോ, ഇതിലൊന്നും ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല, അതിന്റെ പുറകെ പോകുന്നില്ല. സത്യം കണ്ടെത്താൻ ഈ ഗവൺമെന്റ് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കും. ആ പിന്തുണ കൊടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ഭേദമില്ലാതെ അന്വേഷണം നടന്നോട്ടെ. അത് തന്നെയാണ് ഹൈക്കോടതിക്ക് ഉള്ളിലും വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തുള്ളതും ഒന്നും മറക്കേണ്ടതില്ല. അങ്ങനെ നടക്കുമ്പോഴാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ കോൺഗ്രസും BJPയും അതിൽ ഇടപെട്ട് ഈ അന്വേഷണം വേണ്ട, CBI അന്വേഷണം മതി എന്ന് പറയുന്നത്. ഇപ്പൊ BJP നേതാവ് വീണ്ടും പറയല്ലേ CBI അന്വേഷണം മതി. അതായത് ഈ ഹൈക്കോടതിയെ വിശ്വാസമില്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിശ്വാസമില്ല എന്ന് പറയുന്നത് അവർക്കാണ് എന്തൊക്കെയോ മറക്കാനുള്ളത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറക്കാനില്ല. ഞങ്ങൾക്ക് ഹൈക്കോടതിയിലാണ് വിശ്വാസം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലാണ് വിശ്വാസം. ശരി, ഏതറ്റവും വരെ പോകട്ടെ, ആ അന്വേഷണത്തിന് സർവ്വ പിന്തുണയുമുണ്ട്. ആ അന്വേഷണത്തിൽ ഇടപെടുന്നില്ല. ഇത് അവസാനം പറഞ്ഞ 2 കാര്യങ്ങളിൽ അത് സാധ്യവുമല്ല. അന്വേഷണത്തിൽ ഇടപെടാനോ അതിന് പിന്തുണ നൽകാതിരിക്കാനോ നിയമപരമായി സാധ്യമല്ല എന്നുള്ളതാണ്. ഏതറ്റവും വരെയും അന്വേഷണം പോകട്ടെ എന്ന് സ്വാഗതം ചെയ്യാൻ സ്വാഭാവികമായും ഒരു സംവിധാനത്തിന് സാധിക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്നത് വലിയ കാര്യവുമാണ്. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി ഇല്ലാതെ അവിടെ നിന്ന് പാളി കൊണ്ടുപോയില്ല, ഞാനാണ് ആ തീരുമാനമെടുത്തത് എന്ന അഭിമാന ബോധത്തോടെ PS പ്രശാന്ത് പറയുന്നുണ്ട്. പക്ഷെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെയും അവരങ്ങനെ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ റിപ്പോർട്ടുകളൊക്കെ, അതായത് ഉത്തരവുകളൊക്കെ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ. ഉത്തരവുകളുടെ നമ്പർ അടക്കം പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിന് വേണ്ടി ആണ് ആ ഉത്തരവ് വന്നിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ല, അത് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡിന് ഒരു ഇച്ഛാശക്തി കുറവുണ്ട്, അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്ത് അത് ഇല്ലാതെയാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അന്ന് അത് സാധിച്ചില്ലെങ്കിൽ ഇച്ഛാശക്തി കുറവോ നടക്കട്ടെ എന്ന കണ്ണ് കെട്ടലോ ഉണ്ടായേ മതിയാവൂ. അല്ലേ, അതാണ് ഞാൻ പറയുന്നത്. വി ആർ ഡിസ്കസിങ് അബൌട്ട് എ ക്രൈം വിച്ച് ഹാപ്പൻഡ് ഇൻ 2019. 2019 നടന്ന ഒരു കുറ്റകൃത്യത്തിൽ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത് 2025 എവിടെ നടക്കുന്നു? ഏതോ ഒരു അജ്ഞാതമായ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് നടന്നതല്ല.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്തജനങ്ങൾ വരുന്ന, ഏറ്റവും ശ്രദ്ധയോടുകൂടി പരിപാലിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന, ഏറ്റവും ശക്തമായ ദേവസ്വം സംവിധാനമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നടന്ന ഒരു കുറ്റകൃത്യം അത് മനസ്സിലാവാത്തത് കൊണ്ടല്ല. അത് ഈ സാധനം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കിയപ്പോൾ 4.5 കിലോയുടെ വ്യത്യാസമുണ്ട്. അത് ചെമ്പിലാണോ സ്വർണത്തിലാണോ വ്യത്യാസം വന്നത് എന്ന് കണ്ടെത്തണമെങ്കിൽ പരിശോധന വേണം എന്നും അറിയാം. ചെറിയ കുട്ടികളൊന്നല്ലല്ലോ, ഒരു LP സ്കൂളിൽ ബെഞ്ചോ ഡെസ്കോ ഒന്നല്ലല്ലോ. വലിയ ആവേശത്തോടും വാശിയോടും കൂടിയൊക്കെ അല്ലേ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത്. ആ താല്പര്യമൊക്കെ അന്നും ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ലേ? 2018 2 സ്ത്രീകളെ പർദ്ദയിൽ പൊതിഞ്ഞുകൊണ്ട് വരാനുള്ള താല്പര്യം എന്തൊരു ആവേശമായിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു പത്മനാഭൻ പർദ്ദയിൽ പൊതിഞ്ഞുകൊണ്ട് പോയി എന്നൊന്നും പറയരുത്. ഒരു ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അങ്ങ് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കണ്ടതാ ഞാൻ പറയുന്നത്, ഞാൻ കണ്ടതന്നെ ഞാൻ പറഞ്ഞത്. ആ ക്ലിപ്പിംഗ്സ് ഒന്നും കൂടി കാണിച്ചേക്കും. അങ്ങ് പർദ്ദ കണ്ടോ? നുണയാണെങ്കിൽ അങ്ങ് പർദ്ദ കണ്ടോ? കാണട്ടെ. അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് അതിൽ വിവാദത്തിന് ഞാൻ പറഞ്ഞത് നുണയാണെന്ന് തെളിയിക്കാൻ എളുപ്പ വഴിയാണ്. ഒരു കാര്യം വസ്തുതാവിരുദ്ധമായി പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങയുടേതാണ്, എന്റെ കയ്യിൽ, എന്റെ ഉത്തരവാദിത്തമല്ല. പർദ്ദയിൽ പൊതിഞ്ഞ് അവിടെ സ്ത്രീകളെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ എനിക്കതിൽ വിവാദത്തിന് താല്പര്യമില്ല. ആ വിവാദം അങ്ങയുടെ ആവശ്യമായിരിക്കും. അതൊക്കെ കേരളം മുഴുവൻ എനിക്കതിൽ വിവാദത്തിന് താല്പര്യമില്ല. ഞാനത് നിരാകരിക്കുന്നു. അങ്ങേക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് എന്റെ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരണം. കണ്ടതാണ്. അതുകൊണ്ട് കേരളം മുഴുവൻ കണ്ടതാണ് ഈ ആവേശം. ഇടത് സർക്കാരിൻ്റെ ആവേശം എന്തൊരാവേശമായിരുന്നു. ഒരു MLA അന്ന് ചോദിച്ചത് അയ്യപ്പൻ ഇനിയിപ്പോൾ കല്യാണം കഴിക്കേണ്ടി വരില്ലെന്നാ. കന്യയ്യപ്പന്മാർ പോയിട്ടില്ലല്ലോ, പ്രളയം കാരണം അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ എന്ന്. ഇത്രയൊക്കെ താല്പര്യമുള്ള, ഇത്രയൊക്കെ ആവേശം നിങ്ങൾ കാണിച്ച ഈ ശബരിമലയിലെ ആവശ്യത്തിന് വേണ്ടി ഈ 50 കോടി ചെലവഴിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നവോത്ഥാന മതിൽ പണിത എന്തൊക്കെ ആവേശം കാണിച്ചവരാ നിങ്ങൾ. നിങ്ങളെ മൂക്കിൻ്റെ താഴെ നിന്ന് 4.5 കിലോ കൊണ്ടുപോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല. 6 വർഷമായിട്ട് അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് വീണ്ടും ഈ സാധനം എടുത്ത് കൊടുത്തില്ലേ? എന്നിട്ട് കോടതിയിൽ പോയതൊരു ഭക്തനല്ലേ? അപ്പം അതൊന്നും പറയണ്ട. ഇതൊക്കെ ബോധപൂർവം അറിവോടും സമ്മതത്തോടും കൂടി നടന്നതാണ്. ഇതിൻ്റെ ഷെയർ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നതേ ഇനി അന്വേഷിക്കാനുള്ളൂ. ഇതിൻ്റെ ഷെയർ, ഇത് വലിയ കാരണം ഇത് ശബരിമലയിലെ ദ്വാരപാലക ബിംബത്തിൽ പൂശിയ സ്വർണം, അതിന്റെ വില കിട്ടാൻ പോകുന്നത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതെ. ഞങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് BJP, ദേവസ്വം ബോർഡ് മന്ത്രി BJP, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് BJP, ദേവസ്വം ബോർഡ് മന്ത്രി നിങ്ങൾ കൊണ്ടുവന്നതല്ല. അത് നിങ്ങൾ കൊണ്ടുവന്നതല്ല. FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും കേട്ടോ. കൊല്ലം കഴിഞ്ഞ് ഈ അന്വേഷണം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളാണ്. ഈ അന്വേഷണം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളാണ്. പറയുമ്പോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന് അതിൽ പരാതിയുണ്ട്. അങ്ങ് പറഞ്ഞപ്പോൾ അദ്ദേഹം സംസാരിക്കാതിരുന്നതാണ്. അദ്ദേഹം ആ പരാതി ഉന്നയിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. ആവേശം കൊണ്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ. 6 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം ആവേശം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പങ്കുമില്ല ഈ അന്വേഷണത്തിൽ. നിങ്ങൾ മൂടി വെച്ച കുറ്റകൃത്യം ഏതോ ഒരു ഭക്തന്റെ സാമർത്ഥ്യം കാരണം പുറത്തു വന്നതാ. നിങ്ങൾ മൂടി വെച്ചതാ, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതാ, അറിഞ്ഞുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചതാ. അങ്ങനെ തന്നെ പറയും. അതൊന്നും പറയണ്ട, ഉരുളാനൊന്നും നോക്കണ്ട. നിങ്ങൾ പറഞ്ഞോളൂ. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണ്, തുടർ നടപടി വേണ്ടതാണ് എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഈ കേസിലെ 2ാമത്തെ FIR-ൽ പ്രതിയാണ് 2019 ദേവസ്വം ബോർഡ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനെ തട്ടിയിട്ടില്ല, തൊട്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആഖ്യാനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് പറയാം എന്ന് പറയുന്നവർ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന അന്വേഷണവും കൂടി കഴിയട്ടെ എന്ന് പറയുന്ന ലാഘവ ബുദ്ധി എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും. അടുക്കൽ അനിൽ ബസ്, ഇപ്പോൾ രാഷ്ട്രീയമാണോ വിശ്വാസമാണോ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം
കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് നേരത്തെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, വിശ്വാസ സംരക്ഷണ ജാഥ വിവിധ മേഖലകളിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ രാഷ്ട്രീയമായും വിശ്വാസമായും അതിനെ കൈകാര്യം ചെയ്യാനുള്ള നയപരമായ തീരുമാനമെടുത്തിട്ടായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, കോൺഗ്രസിന് വിശ്വാസികളെ ഒപ്പം നിർത്തുക എന്ന് പറയുന്ന രാഷ്ട്രീയമായ തീരുമാനവുമുണ്ട് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, എന്നോട് ചോദ്യം വന്നു. അഡ്വക്കേറ്റ് അനിൽ ബോസ് കേൾക്കാമോ? അഡ്വക്കേറ്റ് അനിൽ ബോസ് അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ, സാങ്കേതിക പ്രശ്നമാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഞാൻ തീർച്ചയായും അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റ് പാനലിസ്റ്റുകളിലേക്ക് കൂടി പോകുന്നു. ശ്രീ ഡി അശോകൻ, ഇപ്പോൾ ഇത് അറ്റമില്ലാത്തൊരു അന്വേഷണം അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന വാർത്തകൾ എന്നുള്ളത് അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒന്നാമത്തേത്, ആദ്യം ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ഒന്ന്, അങ്ങ് തന്നെ പറഞ്ഞ പോലെ ആദ്യം ഈ കട്ടിളയും വാതിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഈ SITയുടെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന വിധിയുടെ ആദ്യ പാരഗ്രാഫുകൾ മുഴുവനും ഈ പറയുന്ന ഡോറുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഉണ്ടാകുന്നത്. ഫെബ്രുവരി മാസത്തിലാണ് അതുണ്ടാകുന്നത്. അതിൽ തന്നെ ഈ ചെമ്പുവാളികൾ എന്ന് പറയുന്ന പരാമർശം ആദ്യമായിട്ടുണ്ടാകുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തമ്മിലുള്ള ഇടപാടുകളിലാണ്. അങ്ങനെ സകല മേഖലകളിലും ഈ ചെമ്പ് എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വത്തിന്റെ സ്വത്ത് ചെമ്പാണ് എന്ന് പറഞ്ഞ് കൈമാറ്റം ചെയ്തു കൊടുത്തതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല പറയേണ്ടത് ഈ കാര്യങ്ങളുടെ മൂല്യം തിട്ടപ്പെടുത്തണം എന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല പറയേണ്ടത് പോലീസിന്റെ സംരക്ഷണം വേണമെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല പറയുന്നത് ഇത് ഇത്രയധികം വാല്യൂവും ഇത്രയധികം വിശ്വാസപരമായ മൂല്യവും ഉള്ളതാണ് എങ്കിൽ അതിന്റെ ഈ പറയുന്ന കൊണ്ടുപോകലടക്കം ഉള്ള കാര്യങ്ങൾ ക്യാമറയിൽ ആവണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കേണ്ടത്. ഇതൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരുപക്ഷെ ഊരിപ്പോകാം. പക്ഷേ അതേ സമയത്ത് ഇതിന്റെ ഒന്നും പ്രാഥമികമായ ഉത്തരവാദിത്തം അയാളിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നാം പ്രതി സാങ്കേതികമായ അയാളാണ് എങ്കിലും അതിന്റെ ഉത്തരവാദിത്തം അയാളിലല്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ റിമാൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒന്നാം ഒരു പ്രതിയാണ്. പക്ഷെ അതിനകത്ത് ഒരു വകുപ്പ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 34 IPC. അതെന്ന് പറഞ്ഞാൽ 2 അതിൽ കൂടുതലോ പ്രതികൾ അതിനകത്ത് വരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം റിമാൻഡ് പോറ്റിയെ റിമാൻഡ് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് ഇത് വകുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രതികളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ രണ്ടാമത്, ഇതിനകത്തൊരു ക്രിമിനൽ കോൺഫറൻസ്, കുറ്റകരമായ ഒരു ഗൂഢാലോചന നടന്നു. അതായത് ഇതിൻ്റെ ഈ ഫോർജ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന അതാണ്. അതായത് ഒരു ഡോക്യുമെൻറ്റ്സിൽ വെറും സ്വർണം പൂശിയ പാളി കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞു. അടുത്ത തിരുത്തി അതിനെ ചെമ്പ് പാളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു ഫോർജറി കടന്നു. അതിനകത്ത് ഈ പറയുന്ന അന്നത്തെ ഈ ദേവസ്വം കമ്മീഷണറും അതുപോലെ അതിൻ്റെ ഉദ്യോഗസ്ഥനും എക്സിക്യൂട്ടീവ് ഓഫീസറും അതിന് സമാനം പറയണം. അവരെ കൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് പിറകെ വരും. ഇനി ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഇൻവോൾവ് ആയ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഇതിനകത്ത് പ്രതി, എനിക്ക് തോന്നുന്നത് ഒരു 10 കൂടുതൽ പ്രതികൾ ഇതിനകത്ത് വരുമെന്നാണ് എൻ്റെ എൻ്റെ ഒരു കാൽക്കുലേഷൻ പറയാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്തൊരു ഈ പറഞ്ഞ കണക്ക് ഒരു കുറ്റകരമായ രീതിയിൽ ഒരു ഗവൺമെൻറ് സർവൻറ്റ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് വിശ്വാസവഞ്ചന, അതൊരു പബ്ലിക് സർവൻ്റാണ് നടത്തുന്നത്. ആ സെക്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് പബ്ലിക് സർവൻ്റ് ഒന്നും അതില്ല, കൂടുതലോ ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് മാത്രം അതിനകത്ത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോൾ രണ്ടുപേരാണ് ഇപ്പോഴുള്ളത്. മറ്റുള്ളവർ റിട്ടയർ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ 2 FIRകളുണ്ട്. ആ 2 FIRലും പ്രതികളുണ്ട്. രണ്ടാമത്തെ FIRൽ 8ാമത്തെ പ്രതിയാണ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. 2019 ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ പ്രതികളുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് വകുപ്പ് അതിൻ്റെതായ രീതിയിൽ വരുന്നുണ്ട്. ഒരു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, ഡിസോണസ്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, ആ വകുപ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് പബ്ലിക് സർവൻറ്റ്, അത് വിശ്വാസവഞ്ചന നടത്തിയത് പബ്ലിക് സർവൻ്റ് എന്ന് പറയുന്നുണ്ട്. ഈ അല്ലാതെ വിശ്വാസവഞ്ചന നടത്തിയത് ഈ പറഞ്ഞ കണക്ക് പോറ്റിയും അതുപോലെ ബാക്കി 2 പേരും. അതിൻ്റെ അകത്ത് അടുത്ത സെക്ഷൻ വരുന്നത് പബ്ലിക് സർവൻറ്റ് വിശ്വാസവഞ്ചന നടത്തി, ആ വകുപ്പും വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
ഈ ബാക്കിയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അല്ല ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബോർഡ് മെമ്പറോ ഇതിനകത്ത് പ്രതി ഉണ്ട് എന്ന് അന്വേഷണത്തിൻ്റെ ഇന്ന് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഒരു സൂചന എടുക്കുന്നുണ്ട്. ഇനി അത് അവർ അറസ്റ്റ് ചെയ്ത് ഇത് പ്രതിയാക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ക്ലിയർ പിക്ചർ വരുള്ളൂ. നമുക്കൊക്കെ അതാണ്ട് ഏകദേശ രൂപം ഇതിനകത്ത് ആരൊക്കെ വരുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അത് കോടതിയിൽ അന്വേഷണത്തിരിക്കുന്നതാണ്. അത് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഇത് പച്ചക്ക് ഇന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് എന്ന് പറയാൻ കഴിയും. ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, 8ാമത്തെ പ്രതി ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദ ഇയർ 2019 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള വിവരം അങ്ങയുടെ കൈവശം ഉണ്ടെങ്കിൽ അങ്ങേക്ക് പറയുകയുമാകാം. ദേവസ്വം ബോർഡ് എന്ന് മാത്രമേ ഉള്ളൂ, മെമ്പേഴ്സ് എന്നുള്ളത് FIR ഞാൻ കണ്ടിട്ടില്ല, അത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ആയിക്കോട്ടെ, ഏത് ബോർഡായാലും ഈ FIR കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എന്റെ കയ്യിലുള്ള വിവരപ്രകാരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങ് FIR കണ്ടിട്ടില്ല, എന്റെ കയ്യിലുള്ള വിവരപ്രകാരം 8ാമത്തെ പ്രതി ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദ ഇയർ 2019 എന്നാണ്. അല്ല, ഇത് അങ്ങയുടെ കൂടമല്ല, അങ്ങയുടെ വിശദീകരണം അല്ല, അങ്ങയുടെ കൂടമല്ല. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇതിൽ രാഷ്ട്രീയമായി ഇടപെടാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. സ്വാഭാവികമായും വിശ്വാസ സംരക്ഷണ ജാഥയടക്കം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി നടപ്പിലാക്കുന്ന സമയത്ത് അങ്ങ് ഇതിലൊരു വിശ്വാസി എന്ന നിലയ്ക്ക് മാത്രമാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഇതിൽ രാഷ്ട്രീയമില്ലേ? കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ രാഷ്ട്രീയമായി ശബരിമലയോ ഏതെങ്കിലും ദേവാലയങ്ങളെയോ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇവിടെ തന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുവർണാവസരമെന്ന് BJP പറഞ്ഞപ്പോൾ ഞങ്ങൾ സുവർണാവസരമായി കണ്ടോ? നവോത്ഥാന മതിലുമായി ഇറങ്ങി വിപ്ലവം നടത്താനിറങ്ങിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പ്രത്യേകമായൊരു സമിതി തന്നെ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ മുടക്കി സമാന്തര സംവിധാനം നടത്തിയപ്പോൾ ഞങ്ങളവിടെ രാഷ്ട്രീയ പ്രേരിത സമരത്തിന് നേതൃത്വം നൽകിയോ? ഇപ്പോഴിവിടെ BJP സമാന്തര സംഗമം നടത്തിയ സമയത്തോ അല്ലെങ്കിൽ പമ്പയിൽ ഗവൺമെൻറ് 8 കോടി മുടക്കി 5 പൈസയ്ക്ക് മാർഗമില്ലാത്ത സമയത്ത് അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ തട്ടിപ്പ് എന്നുള്ള നിലയിൽ തട്ടിക്കൂട്ടിയപ്പോൾ അവിടെ ഞങ്ങൾ പോയി വേറൊരു സംഗമം നടത്താൻ പോയോ? ഇല്ല. ഞങ്ങളിപ്പോൾ ഒരു പ്രതിഷേധ യാത്ര നടത്തേണ്ടി വന്നത് എപ്പോഴാണ്? പ്രതിഷേധ യാത്ര നടത്തേണ്ടി വന്നത് ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ കേസിൽ ദേവസ്വം ബോർഡ് പ്രതിയായിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രതിയായിരിക്കുന്നു എന്ന് മാത്രമല്ല മാധു പ്രശ്നം. ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡന്റ് 2019 പ്രസിഡന്റിന് നിലവിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ മെയിൽ അയച്ചിട്ടുണ്ട്. അതായത് സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ മിച്ചമുണ്ടെന്നും അതൊരു കല്യാണത്തിന് ധനസഹായമായി കൊടുക്കട്ടെ എന്നും ചോദിച്ച് കൊടുത്തിട്ടുള്ള മെയിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തുകുത്തുകൾ അതുവരെ നടന്നിട്ടും നിസ്വാർത്ഥമായ ജനസേവനമാണ്, ഭക്തിസാന്ദ്രതമായ പ്രവർത്തനമാണ്, സുതാര്യമായ പ്രവർത്തനമാണ് ആ ബോർഡിനെങ്കിൽ അന്ന് തന്നെ ഈ സ്വർണം മിച്ചം വന്നതും അത് കല്യാണത്തിന് കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്കിയ. ദേവസ്വം ബോർഡിൽ ശബരിമല സന്നിധിയിൽ അയ്യപ്പൻ്റെ സ്വത്ത് കല്യാണത്തിന് ധനസഹായം കൊടുക്കട്ടെ എന്ന് ഒരാൾ വന്നൊരു സ്പോൺസർ അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നൊരു സാഹചര്യമുണ്ടെന്ന് കൃത്യമായ റിട്ടേൺ ഡോക്യുമെൻ്റ് ദേവസ്വം ബോർഡിന് വന്നിട്ട് അന്നിരുന്ന രാഷ്ട്രീയ നേതൃത്വം ആ ദേവസ്വം ബോർഡ് ആ കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നതും ഇത് കണ്ടില്ല എന്ന് പറയുന്നതിലും എന്ത് സാങ്കത്യമാണുള്ളത്? അതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഈ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ തർക്കകക്ഷിയായിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തു, അത് നിരീക്ഷണമാണെന്നൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ ആ അറസ്റ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാലവിളംബം, അവിടെ ഇതിൻ്റെ കുറ്റക്കാരായിട്ടുള്ള മുരാരി ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ഇടതുപക്ഷ ബന്ധം, ഇടതുപക്ഷ സംഘടനാ ബന്ധം, അതടക്കമുള്ള ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ, അപ്പം അന്നിരുന്ന ദേവസ്വം ബോർഡിന്റെ മൗനവും അതിന് കൊടുത്ത പിന്തുണയും ദേവസ്വം ബോർഡിലെ CPM ജീവനക്കാരുടെ ഇടപെടലും അടക്കം സംശയത്തിന് ഇട നൽകുമ്പോൾ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ഭൂരിഭാഗം വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് പോകേണ്ടതില്ല. അല്ലല്ല, വ്യക്തിപരമായ പരാമർശങ്ങളിലേക്കോ രാഷ്ട്രീയമായ പരാമർശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ചർച്ച അവസാനിക്കുകയാണ്. ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സ്വാഭാവികമായും അന്വേഷണം ഉണ്ടാകും. ഒരാൾ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ അന്വേഷണം അവിടെ അവസാനിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, 3 ഘട്ടങ്ങളിലായി നടന്ന സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നത്. സ്വാഭാവികമായും അന്വേഷണം ഇപ്പോൾ റിമാൻഡിലേക്ക് അടക്കം ചെന്നിരിക്കുന്നതിനെ വളരെ പ്രത്യാശയോടുകൂടിയാണ് കേരളീയ സമൂഹം നോക്കിക്കാണുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.